അതെ ഭയങ്കര ഹാപ്പിയാണ്. പടം നിങ്ങൾ കണ്ടു കാണും. വളരെ ലോ ബഡ്ജറ്റിലെടുത്ത ഒരു സിനിമയാണ്. കുറച്ച് ആവശ്യത്തിനുള്ള താരങ്ങളും കുറേ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളും ഉണ്ടായിരുന്നു. മാത്രമല്ല അജാസ് എന്ന് പറയുന്ന പുലിമുരുകനിലെ മോഹൻലാലിൻ്റെ കുഞ്ഞുനാളിൽ അഭിനയിച്ച അജാസിനെ നായകനാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ സാന്ദ്ര നേരത്തെയുള്ള സീരിയലിലൊക്കെ അഭിനയിച്ച് സമ്മാനം നേടിയ കുട്ടിയാണ്. ഇപ്പോൾ ഡോക്ടറാണ്. സാന്ദ്ര നായികയായിട്ട് അഭിനയിച്ചു. നിങ്ങൾ കണ്ടു കാണും. ഇത് നാം ഒരു സിനിമയിലുപരി ഇതൊരു സ്വദേശ സിനിമയായിട്ട് എടുക്കണം എന്നുള്ള നിർബന്ധത്തിൻ്റെ പേരിലാണ് ഞാൻ ചെയ്തത്. ഞാനൊരു ഹെഡ് മാഷാണ്. കുട്ടികളെ നാടകങ്ങൾ പഠിപ്പിക്കുകയും പ്രൊഫഷണൽ നാടകങ്ങൾ അവതരിപ്പിക്കുകയും കൊല്ലം അശ്വതി ഭാവന എന്ന് പറയുന്ന 60 നാടകങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞ ഒരു എഴുത്തുകാരനും കൂടിയാണ് ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം ഇടത് വലത് തിരിഞ്ഞെന്ന് പറഞ്ഞൊരു സിനിമയിൽ അത് നല്ല വിജയമായിരുന്നു. ഈ പടത്തിൻ്റെ വിജയം കാണികളായ നിങ്ങളിലിരിക്കുകയാണ്. ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ ചിത്രം ചെയ്തത്. അതിനകത്ത് നമ്മുടെ സമൂഹത്തിൽ നടന്ന ചില കഥകൾ ഓർത്തിണക്കി മാത്രമാണ് ഞാനിത് എഴുതിയത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തത് നാടകശാല ഇൻ്റർനാഷണൽ മൂവീസാണ്. അതൊരു ചാരിറ്റി സൊസൈറ്റിയാണ്. ഈ പടം വിജയിപ്പിച്ചെടുക്കേണ്ടത് ഇത് കാണികളായ പ്രേക്ഷകരായ നിങ്ങളാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാലം പറഞ്ഞപ്പോൾ തന്നെ സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. നല്ലൊരു വെറൈറ്റി സിനിമയാണ്. സാന്ദ്ര നല്ലൊരു രസമുണ്ട്. അജാസൊക്കെ ഒരു പുലിമുടിന് ശേഷം അജാസിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിലുണ്ട്. ഇതൊരു മയക്ക് വരുന്നതിനെതിരെയുള്ളൊരു മെസ്സേജ് ഒരു സിനിമയാണ്. കാരണം മയക്ക് വരുന്ന ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇത് എന്താ എഫക്റ്റീവ്നെസ് പടത്തിൽ കാണിക്കുന്നുണ്ട്. എത്തിയിട്ടുണ്ട്. കാരണം ഇത് ആദ്യം കണ്ടപ്പോൾ കുറച്ച് പേടിച്ചെങ്കിലും എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ചെയ്യുന്നതെന്ന് അത് കഥ അവസാനിക്കണം മനസ്സിലാവുന്നത്. കാരണം മയക്കുമരുന്നിന് ഉപയോഗം കൊണ്ട് ഒരുപാട് പേര് തെറ്റിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ. കാരണം ഇപ്പം നമുക്ക് വേണമെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാം. പക്ഷെ ഞാനെന്ന് പറഞ്ഞ വ്യക്തി പോലും ഇത് യൂസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ആൾക്കാർ തരാൻ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ നമ്മളത് അതിലേക്കൊന്നും പറഞ്ഞിട്ടില്ല. കണ്ണൂർ കൊടുത്ത് കുടിക്കാറില്ല. അപ്പം എന്തായാലും ഇത് സിനിമ കാണുമ്പോൾ മയക്കുമരുന്ന് രീതി മാറും എന്ന് തന്നെ പറയാൻ പറ്റും. സാധാരണ നല്ല അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു അജാസിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു നായക നിരയിലേക്ക് എത്തേണ്ട ഫസ്റ്റ് മൂവിയാണ്. എന്തായാലും വ്യത്യാസം പടം കാണുക സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കാര്യം പറയുന്നത് യഥാർത്ഥമായിട്ട് നടന്നൊരു കഥയാണ് ഇത് സിനിമയാക്കിയിരിക്കുന്നത്. ഒരു സിനിമ കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ട് നമ്മൾ ആ സംഭവം നടന്ന സംഭവം പോലെ നമുക്ക് തോന്നും. കാരണം കാലം പറഞ്ഞ കഥ നല്ലൊരു മൂവിയാണ്. അതുപോലെ തന്നെ ഡയറക്ടർ വന്നിട്ടില്ല. സാറ് നമ്മുടെ ഒരു സുഹൃത്താണ്. സാർ എല്ലായിടത്തും ഓടി നടക്കുകയാണ്. കാരണം നല്ലൊരു ഡയറക്ടറാണ്. സാറിൻ്റെ പഴയ പടങ്ങളാണെങ്കിലും നല്ല സൂപ്പർ ഹിറ്റ് സിനിമകളാണ്. എന്തായാലും അജാസിന് ഒരു നായക വേഷം നായകനായി ലാലേട്ടനോട് അഭിനയിച്ച ശേഷം ഈ പടത്തിലേക്ക് വരുമ്പോൾ എന്തായാലും നല്ലൊരു പെർഫോമൻസ് ചെയ്യും. ഈ കുട്ടിക്ക് എല്ലാവരും ആശംസ. എന്തായാലും മയക്കുമരുന്ന് ഉപയോഗിക്കാണ്ടിരിക്കുക എല്ലാവരും. അനിൽ ജോസ് പെരേരയെ പോലെ അദ്ദേഹം കിട്ടിയാലും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു കാര്യം തന്നെ അല്ലേ. മേടിക്കാൻ പക്ഷേ താല്പര്യമില്ല. പെട്ടിക്കടയിൽ കിട്ടുന്ന സാധനമല്ല. സ്ക്രീനിൽ കുറച്ച് നാൾക്ക് ശേഷം കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയാണ്. കുറെ ഗ്യാപ്പിന് ശേഷമാണ് കാണുന്നത്. പിന്നെ നല്ലൊരു മെസ്സേജ് ഉള്ള പടമാണ്. എല്ലാവരും വന്ന് നേരിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും. ലാലേട്ടൻ്റെ കൂടെ പടത്തിലേക്ക് അഭിനയിച്ചല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ ഈ പടത്തിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ എന്നെക്കാളും ഫിലിംസ് ചെയ്തിട്ട് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ കൂടുതലും സീരിയൽസിലായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ആദ്യത്തെ 2 ദിവസം കമ്പനി ആവാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ നമ്മൾ നല്ല കൂട്ടായി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ജയൻചേട്ടനാണെങ്കിലും അതെ എനിക്ക് കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. നല്ല എക്സ്പീരിയൻസ്. എത്ര ദിവസം ഉണ്ടായിരുന്നു? ഒരു 10-20 ദിവസം.
താങ്ക് യു. പിന്നെ നമ്മൾ ഷെയ്ൻജറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ PR അദ്ദേഹമാണ് ഇതിനു വേണ്ടി ഓടി നടന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു PR വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു ജാടയില്ലാണ്ട് ചെയ്യുന്ന ഒരു PR ആണ് ഷെയ്ൻജേട്ടൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചെറിയ പടങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് ചെറുതും പലതും നല്ല എല്ലാ പടങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണമല്ലോ. അപ്പൊ ഞങ്ങളെ പോലുള്ള ഒരു അലി ജോസ് പെരേര, അഭിലാഷ് അടയത്തിനൊക്കെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വിളിക്കുന്നത് ആ ഒരു മനസ്സിന് തന്നെ ഒരു നന്ദി പറയാണ്. കാരണം എന്ന് വെച്ചാൽ അവാർഡ് ചെയ്യുന്നവരുടെ മുമ്പിൽ ഷെയ്ൻജേട്ടൻ ഞങ്ങൾക്ക് ദൈവമാണ് വളരെ അല്ലേ. അപ്പൊ അതുള്ള കാര്യം നമ്മൾ തുറന്നു പറഞ്ഞു. കാരണം ഇതുപോലത്തെ സിനിമകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കാരണം അജാസിനെ പോലത്തെ കലാകാരനെ വളർത്തുക, തീർച്ചയായിട്ടും എന്തായാലും സാന്ത്വനെ പോലത്തെ പുതുമുഖ നായകനെ നിങ്ങൾക്ക് വളർത്തുക. അടുത്തൊരു ജനപ്രിയന്റെ നായികയായിട്ട് പറ്റും ദിലീപ്. കുറച്ച് നാൾക്ക് ശേഷം ഗ്യാപ്പിന് ശേഷം വരുന്നതാണ്. ഭയങ്കര ഹാപ്പിയാണ് സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ. നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന മൂവിയാണ്. ഇപ്പോൾ എൻ്റെ ക്യാരക്ടറാണെങ്കിലും അതിൽ ഇത്രയും വിശ്വസിച്ച് വളർത്തിയ പേരൻസിനെ വിട്ട് ഒരാളെ വിശ്വസിച്ച് പോകുന്നതായിട്ടാണല്ലോ. അപ്പോൾ പിന്നെ മയക്കുമരുന്നിനെതിരെയുള്ളതും അങ്ങനത്തെ കുറച്ച് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഡയറക്ടർ സാറും എല്ലാം പറഞ്ഞു തന്ന പോലെ മാക്സിമം ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി ഓഡിയൻസ് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, തീരുമാനിക്കുക എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയാം. ഇങ്ങനത്തെ കുഞ്ഞു പടങ്ങളും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് അടുത്ത് നല്ല നല്ല മൂവീസ് ഇറക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പല ടൈപ്പിൽ ഇപ്പം ബിഗ് മൂവീസ് മാത്രമല്ലല്ലോ, ചെറിയ പടങ്ങളും മെസ്സേജ് ഉള്ളതൊക്കെ ഓടണമല്ലോ. മെയിനായിട്ടും അതാണ് ഇതിൻ്റെ തീം മെസ്സേജ് വരുന്നത്. അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ തന്നെ വളരെ നന്ദി.